to say that I'm going to be the manager of this team, not just the coach. And I was really clear on that. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വീണ്ടും ഹെഡ് കോച്ചിനെ സാക്ക് ചെയ്തു. 14 മാസം മാത്രമാണ് ഹെഡ് കോച്ചായിരുന്ന റൂബൻ ആമോറിം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ചെലവഴിച്ചത്. എറിക് ടെൻ ഹാഗിനെ സാക്ക് ചെയ്തതിനു ശേഷം 2024 നവംബറിൽ പോർച്ചുഗലിലെ സ്പോർട്ടിംഗ് ലിസ്ബണിൽ നിന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹെഡ് കോച്ചായി എത്തിയതായിരുന്നു റൂബൻ ആമോറിം. ജനുവരി 4 പ്രീമിയർ ലീഗിൽ ലീഡ്സ് യുണൈറ്റഡുമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 1-1 സമനില വഴങ്ങിയതിനു ശേഷം 24 മണിക്കൂറിനുള്ളിൽ ആമോറിമിനെ പുറത്താക്കിയതായി ക്ലബ്ബ് അനൗൺസ് ചെയ്തു. ഒരു പുതിയ ഡയറക്ഷനും ഒപ്പം നിലവിലെ പ്രീമിയർ ലീഗ് സീസണിൽ ഹയർ പൊസിഷനിൽ ഫിനിഷ് ചെയ്യാനുമാണ് പുറത്താക്കിയതെന്ന് ക്ലബ്ബ് അറിയിച്ചു. നിലവിൽ ക്ലബിന്റെ അണ്ടർ 18 ടീമിന്റെ കോച്ചും മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മിഡ്ഫീൽഡറുമായിരുന്ന ഡാരൻ ഫ്ലെച്ചറിനാണ് ഇന്ററിം മാനേജർ ചുമതല നൽകിയിരിക്കുന്നത്. സമ്മറിൽ പുതിയ കോച്ചിനെ നിയമിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. റിസൾട്ട്സ് മാത്രമല്ല ആമോറിമിന്റെ പുറത്താക്കലിന് കാരണം. ട്രാൻസ്ഫറുകളിലും ടാക്ടിക്കുകളിലും ക്ലബിന്റെ ഇടപെടലുകളിൽ ആമോറിം ഹാപ്പി ആയിരുന്നില്ല. ഒരു ഹെഡ് കോച്ചാവാനല്ല, യുണൈറ്റഡിന്റെ മാനേജർ ആവാനാണ് താൻ വന്നതെന്ന് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ് ഒരു ദിവസം തികയുന്നതിന് മുൻപ് തന്നെ ആമോറിമിനെ പുറത്താക്കി. 2013 സർ അലക്സ് ഫെർഗൂസൺ റിട്ടയർ ചെയ്തതിനു ശേഷം ഒരു മാനേജറുമായി ലോങ് ടേമിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ യുണൈറ്റഡിന് കഴിഞ്ഞിട്ടില്ല. പ്ലേയേഴ്സും മാനേജർമാരുമല്ല, ഗ്ലേസേഴ്സ്, ഇനിയോസ് തുടങ്ങിയ ഇൻകോമ്പിറ്റന്റ് ഓണർഷിപ്പും ലീഡർഷിപ്പുമാണ് ക്ലബിന്റെ പ്രതിസന്ധികളും മോശം ഫോമിന്റെയും പുറകിലെന്നാണ് വലിയൊരു കൂട്ടം ആരാധകരും ഫുട്ബോൾ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ചെൽസിയും തങ്ങളുടെ മാനേജർ എൻസോ മരസ്കയെ കഴിഞ്ഞയാഴ്ച പുറത്താക്കിയിരുന്നു. മരസ്ക, ക്രിസ്റ്റൽ പാലസിന്റെ ഒലിവർ ഗ്ലാസ്നർ, ബാഴ്സ ലെജൻഡ് ചാവി തുടങ്ങിയ പേരുകളാണ് സമ്മറിൽ അടുത്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹെഡ് കോച്ചിനായി ഷോർട്ട് ലിസ്റ്റിലുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ.